ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ആ സാധനം, മൊളോക്കിയ. ഈ സംഭവം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളത്, എന്തോ ഒരു ലീഫിൻ്റെ എന്തോ ഒരു സാധനമാണ്. ഇതിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതൊരു ചീരയാണ് സംഭവം എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇതൊരു ഈജിപ്ഷ്യൻ റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഇത് സൂപ്പായിട്ടും കഴിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊന്നും നമുക്കറിയത്തില്ല. ശരി കണ്ട് ഞാൻ വെച്ചു. അതുപോലെ അവർ പറയുന്ന പോലെയൊക്കെ ഒരു റെസിപ്പി കണ്ട് അതിനനുസരിച്ചിട്ട് ഞാനത് വെച്ചു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് അത് കഴിച്ചു നോക്കിയപ്പോഴെന്ന് പക്കാ ചീരയുടെ ടേസ്റ്റാണ്. നമ്മളുടെ വീട്ടിലുള്ള ചീരയൊക്കെ അത് അരച്ച് നമ്മൾ ചെയ്താൽ എങ്ങനെയുണ്ടാവും അതുപോലെ അരച്ച സംഭവം പോലെയാണ് എനിക്കിതിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ കഴിച്ചപ്പോഴും അതിൻ്റെ ടേസ്റ്റാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു 6 ഗാർലിക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗാർലിക്കൊക്കെ നന്നായി സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കൻ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊളോക്കിയ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഈജിപ്ഷ്യൻ റെസിപ്പിയാണ്, അതായത് ഒരു അറബിക് സ്റ്റൈൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചീര കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.